അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട് തിരിച്ചെത്താൻ വേണ്ടി. നോമ്പ് 28 ബട്ട് ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഏകദേശം നമ്മൾ രാത്രി നമ്മളൊന്ന് പുറത്തിറങ്ങി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങി, പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങി. ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്താണ് ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു മലയാളിയെ കാണാം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സിയാദ് ഖാൻ്റെ മലബാർ കഫേ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ കയറി ജസ്റ്റ് ഒന്ന് കൂളാവാം എന്ന് കരുതി ഞങ്ങൾ 2 ഫലൂദ ഓർഡർ ചെയ്ത് ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോപ്പൈലറ്റും വൈഫും കൂടെ അങ്ങോട്ട് വന്നത്. അപ്പോൾ അവർക്ക് 2 മൊയ്റ്റോ കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി വീട്ടിലേക്കുള്ള വഴിയിലാണ് മാർക്കറ്റ് പള്ളി എന്ന് പറയുന്ന ഈ ഒരു സംഭവം കണ്ടത്. ഇവിടെ ഒരുപാട് ആളുകൾ പർച്ചേസിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടേക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പള്ളികൾ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടാവും. നോമ്പ് തുടങ്ങിയത് മുതൽ ഇതേപോലെ പല ലൈറ്റുകൾ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയുടെ അടുത്ത് എത്തിയപ്പോഴാണ് റോഡ് സൈഡിൽ വെച്ച് അവർ ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടത്. അപ്പോൾ ഇന്നെന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ അവസാനത്തെ രാവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ദിവസം വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് അവർ അവിടെ ഉണ്ടാക്കുകയാണ്. ഇനി റൈസ് പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ലൈവായിട്ട് പൊറോട്ട ചുടുന്നുണ്ട്. അപ്പോൾ ഇത് ഷെഹരിക്ക് വേണ്ടിയിട്ടുള്ള, അതായത് നോമ്പ് നോൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് പള്ളിയുടെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കി. വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു പള്ളിയിൽ രാത്രി 2 മണിക്കാണ് കേട്ടോ ഇത്രയും ആളുകൾ അവിടെ ഇരിക്കുന്നത്. ഇവരൊക്കെ അവിടെ പല കാര്യങ്ങൾ, പ്രാർത്ഥനകൾ, അതേപോലെ ദിക്റുകൾ, ഈ കാര്യങ്ങളായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള മഞ്ചാടി പോലെ ഇവിടെ ബദാമിൻ്റെ ഒരു പ്ലാസ്റ്റിക് വേർഷനാണ്. അതിൽ കുറച്ച് ആളുകൾ കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ പകർത്തി പുറത്തോട്ട് ഇറങ്ങി. ഏകദേശം ഒരു 4 മണി സമയമായപ്പോൾ നമുക്ക് ഷഹരിക്കുള്ള പുലർച്ചെ 4 മണിക്കുള്ള ഫുഡ് ഇവിടെ സപ്ലൈ ചെയ്ത് തുടങ്ങി. കൂട്ടത്തിൽ ഞാനും ഒരു പൊറോട്ടയും കുറച്ച് റൈസും ഇട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ 2ാമത്തെ ദിവസം അതിരാവിലെ തന്നെ നമ്മുടെ ചങ്ക് ബ്രോനെ കണി കണ്ടുകൊണ്ട് നമ്മൾ പെരുന്നാൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴിയിലെ ഒരു ഗേറ്റിൽ നമ്മൾ കുറച്ച് നേരം അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ പള്ളികളിൽ വെച്ചിട്ടല്ല നിസ്കാരം ഉണ്ടാവുന്നത്. ഇത് ഒരു പൊതു മൈതാനത്ത് വെച്ചിട്ട് അവിടെയാണ് ഈ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെ ഒരു ശ്മശാന ഭൂമിയാണ്, അതിൻ്റെ അടുത്ത് തന്നെ വിശാലമായ ഒരു മൈതാനമുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് പോലീസ് അവിടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർക്ക് ഇന്ന് അവിടെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഈ മൈതാനത്തിനുള്ളിലേക്ക് കയറി. ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എല്ലാവരും പരസ്പരം ആലിംഗനം ചെയ്യും. ഇതിപ്പം ഈ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം പരസ്പരം സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, അത് ഇത്ര ചെറിയവരാണെങ്കിലും അതേപോലെ തന്നെ വലിയവരാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷണങ്ങൾ പറഞ്ഞു ആലിംഗനം ചെയ്തുകൊണ്ടാണ് ഇവർ പിരിയുക. അതിനുശേഷം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച എന്ന് പറയുന്നത്, അവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഒരാൾ പോലും ഒഴിയാതെ ചെറിയ കുട്ടികളടക്കം അവരിൽ നിന്നും വിട പറഞ്ഞു പോയ അവരുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കളുടെ ഖബർസ്ഥാനിലേക്ക് പോയിട്ട് അവിടെ പ്രാർത്ഥന നടത്തുകയാണ്. അതേപോലെ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സന്തോഷത്തിൽ അവരെയും കൂടി അവർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പെരുന്നാൾ കണ്ടപ്പോൾ വല്ലാതെ കണ്ണ് നിറഞ്ഞു പോയി. നമ്മുടെ നാടുകളിൽ ഇങ്ങനെയുള്ളൊരു സിസ്റ്റം വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞു. അതേപോലെ ഖബർസ്ഥാനിൻ്റെ പുറത്തിറങ്ങി നമ്മൾ തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് പേര് ഇവരിൽ ഇന്നത്തെ ദിവസം അവരിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് പേര് ഈ വഴിയോരങ്ങളിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ആ കാത്തു നിൽക്കുന്നവരിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് എല്ലാവരും പതിയെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മളെ റൂമിലെത്തിയപ്പം രാവിലെ ഇട്ട് പോയ മന്തി സ്മോക്ക് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്മയുടെ സ്നേഹം നിറഞ്ഞ 34 കോടി പെരുന്നാൾ ആശംസകൾ.